ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷ്. നമ്മുടെ ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് വിശദീകരിച്ച് പറയുന്നില്ല, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താണ് ഈ റെസിപ്പി എന്നുള്ളത്. നമ്മുടെ ഒണിയൻ റോസ്റ്റാണ് ഈ റെസിപ്പി. അധികം സമയം എടുക്കില്ല കേട്ടോ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഒണിയൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഒണിയൻ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 4 സവോള എടുത്തിട്ടുണ്ട്. 4 സവോളയിലേക്ക് വലിയ തക്കാളി ആണെങ്കിൽ 1 തക്കാളി എടുക്കുക. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 2 തക്കാളി എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഞാനിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് 1 പീസ് പട്ട എടുത്തിട്ടുണ്ട്, 2 ഏലക്ക, 2 ഗ്രാമ്പൂ. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. കറിവേപ്പിലയല്ല, ഈ ഒരു കറിയിൽ മല്ലിയിലയാണ് ടേസ്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവോള ഒന്ന് തിന്നായിട്ട് മുറിച്ചെടുക്കാം. അതുപോലെ തന്നെ തക്കാളിയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സവോള നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. തക്കാളിയും വലിയ ക്യൂബ്സായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 1 തക്കാളി 8 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. മല്ലിയിലയും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് ഓയിലോ ആണെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും, ആ ഒരു നാടൻ ടേസ്റ്റ് വരും. ഇതിലേക്ക് നമ്മുടെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരട്ടെ. ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞിട്ട് സവോള ഇട്ട് കൊടുക്കുക. ഇനി സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഇനി നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. സവോള നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. അപ്പോഴേ നമ്മുടെ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ലൈറ്റായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ പോരാ, നന്നായി ബ്രൗൺ ഷെയ്ഡായി വരണം. അതുവരെ ഇളക്കുക. വേറെ ഒന്നും ചേർക്കാനില്ല ഇതിനിടയ്ക്ക് ഇപ്പോൾ ഞാനിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് കുക്കായി വരുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് വഴറ്റിയെടുത്ത ഈ സവോളയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ തക്കാളിയിലേക്ക് മാറ്റാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് അരച്ചെടുക്കാനാണ്. ഞാനൊരു 1/4 ഭാഗം എടുത്ത് തക്കാളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി അരച്ചെടുക്കണം. ഈ സവോളയുടെ ചൂട് മാറി വരുമ്പോൾ ഈ ബാക്കിയുള്ള സവോളയിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. അതിലേക്കായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത് രണ്ടും ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയും കുറച്ച് വെള്ളം ചേർത്തൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അതിനുശേഷം വേണം അത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അരച്ചെടുക്കണമല്ലോ. അപ്പോൾ ഈ പൊടികൾ കുക്കായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്കത് അരച്ചെടുത്തതിന് ശേഷമേ ആഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് അരച്ചെടുക്കട്ടെ. ഇതിവിടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, കരിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മുഴുവനായിട്ട് ചേർത്തിട്ട് നമുക്ക് അരച്ച് ഗ്രേവി ആക്കാം. പക്ഷെ അപ്പോൾ ആ ഗ്രേവിക്കൊരു കൊഴുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, നമുക്കതിലൊന്നും കാണാനുണ്ടാവില്ല. നമ്മുടെ ഗ്രേവി കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഗ്രേവി കാണാൻ ഭംഗി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2ആയിട്ട് മാറ്റിയെടുത്താലേ ശരിയാവുള്ളൂ. നമ്മൾ കുറച്ച് സവോള അരച്ചും ബാക്കിയുള്ളത് ഇതുപോലെ വഴറ്റിയും ചേർത്താലേ കാണാൻ ഭംഗി വരുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് അരച്ചെടുക്കട്ടെ. തക്കാളിയുടെ കൂടെ ആകുമ്പോൾ വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ ചൂടധികം പ്രശ്നമാവില്ല. നമ്മളിപ്പോൾ വഴറ്റിയത് ഇതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ഞാൻ എന്താ മിക്സിയിൽ ഇതുപോലെ തക്കാളിയും സവോളയും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരച്ച പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളം ചേർക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ വെള്ളം കുറച്ച് കുറവാണ്. ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് തിളച്ച് റെഡ്യൂസായി വരണം ഈ ഗ്രേവി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ സവോളയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്തത്. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പ് ചേർക്കുക. ഇത് നന്നായി തിളച്ച് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റോസ്റ്റ് ഇതുപോലെ തന്നെ കഴിക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഓപ്ഷൻ പറയാം. മുട്ടയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, മുട്ട ഡെയിലി കഴിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 2 മുട്ട അല്ലെങ്കിൽ 3 മുട്ട പുഴുങ്ങിയിട്ട് അത് ചേർത്തിട്ട് മുട്ട റോസ്റ്റ് ആക്കിയിട്ട് കഴിക്കാം. എല്ലാത്തിനും പറ്റിയ ഗ്രേവിയാണിത്. പനീർ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പനീർ റോസ്റ്റ് ആയിട്ട് കഴിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് കഴിക്കാനുള്ളൊരു ഗ്രേവിയാണ്. ഈ ഒരു ഗ്രേവി മാത്രമായിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഈ പനീറോ മുട്ടയോ ഒക്കെ ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റെസിപ്പികൾ റെഡിയാക്കി എടുക്കാം ഈ ഒരു ബേസിക് ഗ്രേവി ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇപ്പോൾ ചേർക്കണം. മല്ലിയിലയുടെ ഫ്ലേവറും കൂടി നമ്മുടെ ഗ്രേവിക്ക് കിട്ടാനായിട്ട്. ബാക്കി നമുക്ക് കുറച്ച് പിന്നീട് ചേർക്കാം. ആദ്യം ഇതൊന്ന് ഇതിൽ കിടന്ന് തിളച്ച് റെഡിയായി വരട്ടെ. ഇതിലേക്ക് കുറച്ച് മധുരം ചേർക്കണം കേട്ടോ. മധുരം ചേർക്കണം എന്ന് പറയുമ്പോൾ പഞ്ചസാരയല്ല, നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളിയുടെ പൊളിയൊന്ന് ബാലൻസ് ആവണം, എരിവൊന്ന് കുറയണം, എല്ലാം ഒന്ന് ബാലൻസ് ആയി വരാനായിട്ടാണ് മധുരം ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ചെറിയ പീസ് ശർക്കര ചേർക്കാൻ പോവാണ് ഇതിലേക്ക്. ഞാൻ എന്താ ഇത്രയും ശർക്കര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്താൽ മതി. പഞ്ചസാര ചേർക്കുമ്പോൾ കറക്റ്റ് ടേസ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് സവോളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരും. എത്രത്തോളം കുറുകണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിക്കാണെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും നല്ലത്. ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി ആയിരിക്കും നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മുട്ടക്കറിയോ പനീർ കറിയോ ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗ്രേവി എത്ര വേണം എന്നുള്ളതനുസരിച്ച് തീരുമാനിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഗ്രേവി ആയിട്ട് മാത്രം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരു ഇത്തിരി തിക്കായിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ ഭാഗത്തിൽ ഉള്ള ഗ്രേവി ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ കിടന്ന് തിളക്കട്ടെ, ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ നമ്മുടെ ഒണിയൻ റോസ്റ്റ് ഇതാ വെള്ളമൊക്കെ വറ്റി തിക്കായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചതാണ്. അപ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും വറ്റി വരുമ്പോൾ മാത്രം പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുക. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. എരിവ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. എരിവ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. പക്ഷേ എരിവ് കറക്റ്റാണ്. ഞാൻ അതുകൊണ്ട് കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിന് എരിവുണ്ട്. നമ്മൾ സവോള വഴറ്റി വരുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. അതുകൊണ്ട് 1.5 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ തന്നെ മുളക് പൊടി ആവശ്യത്തിനാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലിട്ട് ഗാർണിഷ് ചെയ്യുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിതിൽ മുട്ടക്കറി ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയത് ഈ സമയത്ത് ചേർക്കാം. പനീറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പനീർ ഫ്രൈ ചെയ്തിട്ട് ചേർക്കാം. പനീർ ഫ്രൈ ചെയ്യാതെ ചേർത്താലും ടേസ്റ്റാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് പനീർ ഫ്രൈ ചെയ്തിട്ട് റെസിപ്പി ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗ്രേവി ഇതാ നന്നായിട്ട് കുറുകുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്
അപ്പോൾ ഇതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് നമുക്ക് ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ആണെങ്കിലും കറക്റ്റ് ടേസ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നമ്മളെപ്പോഴും ചട്നിയല്ലേ ഉണ്ടാക്കുക. ഇത് തക്കാളി ചട്നി പോലെയല്ല. തക്കാളി ചട്നി ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാം ചേർത്തിട്ട് അരച്ച് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുക. ഇതാകുമ്പോൾ വേറൊരു ചട്നിയുടെ ടേസ്റ്റ് ആയിട്ട് വരും. ചട്നിയായിട്ടും കൂട്ടാം, നമുക്ക് കറിയായിട്ടും കൂട്ടാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ബാച്ചിലേഴ്സിനോട് പ്രത്യേകിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഈ വീഡിയോയുടെ താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.